എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഗൈസ്. ഞാനിവിടെ രാവിലെ തന്നെ ഗൈസ് നമ്മൾ എണീച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 5-6 സോഫയും കാണൊക്കെ ഇടണം. ഇവിടെ ആയിട്ട് ഞാനൊരു ബെഡിങ് കാണൊക്കെ ഇടാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ചിഞ്ചാനും മിഞ്ചാനൊക്കെ കിടക്കാനും കയറലുമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഇത് കാണലിടണം, പിന്നെ ഒരു സോഫയും പിന്നെ 2 ബെഡിങ് കാണൊക്കെ നമുക്ക് മേടിക്കണം. സോറി ഗൈസ്, 2 സോഫയും 2 ബെഡിങ് കാണൊക്കെ നമുക്ക് മേടിക്കണം. ഒന്ന് ഗൈസ് നമ്മൾ മേളിലും കാണൊക്കെ ഇടാനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ അളവും കാര്യങ്ങളും തന്നെ രാവിലെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ആണെങ്കിൽ എല്ലായിടത്തും അളവും കാര്യങ്ങളൊക്കെ എടുത്ത് തീരുന്നുണ്ട്. ഇനിയാണെങ്കിൽ മേളിലാണ് അടുത്ത അളവ് എടുക്കാൻ പോകണ്ടുള്ള. അപ്പം അടിപൊളിയൊരു ബെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിഞ്ചാനും മിഞ്ചാനും ഒരു സർപ്രൈസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ അളവും ഞാനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ഗൈസ് നമ്മളെ ആണെങ്കിൽ പിക്കപ്പ് വാനിലും കാര്യങ്ങളുമാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ജോണിൻ്റെ പിക്കപ്പ് വാനിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ പിക്കപ്പ് വാനും കാര്യങ്ങളും നമ്മൾ താഴെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മൾ പിക്കപ്പ് വാനും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മൾ പിക്കപ്പ് വാനും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം ഒരു സാധനമാണെങ്കിൽ നമ്മൾ പിക്കപ്പ് വാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വോട്ട് കഴിച്ചൊരു പാടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരാണെങ്കിൽ പയ്യാണ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് പയ്യെ വളച്ചെടുക്കാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയാണ് കേട്ടോ ഗൈസ് നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഗൈസ് ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പം എല്ലാവർക്കും എൻ്റെ മോനെ നമ്മളാണെങ്കിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് നമുക്ക് വരിയും നൈസിനും കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോയി ഫർണിച്ചർ എടുത്തിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം ഇട്ടൊക്കെ കഴിഞ്ഞ് സെറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ അടിപൊളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു കട്ടിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ. പിന്നെ ആണെങ്കിൽ നമ്മളെ ബെഡിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഒരു സോഫയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഉറക്കം എണീച്ചിട്ട് ഇരിക്കാൻ തോന്നിയെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി മേളിലും കാര്യമാണെങ്കിൽ നമ്മളൊരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. താഴെ ഗൈസ് ഈ ഒരു ബെഡും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. നമ്മൾ താരങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു ബെഡും കാര്യങ്ങളാണ്. ഇത് പ്ലാവിൻ്റെ നല്ലവും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ബെഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തടി. അപ്പം അടിപൊളി സാധനവും കാര്യങ്ങളുമാണ് ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഷിൻചാനും മിഞ്ചാനും വന്നു ഗൈസ്. ആ ഷിൻചാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാടാ? ആ ഫ്രാങ്കളെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്രാങ്കളാണ്. പിന്നെ ഫ്രാങ്കളുണ്ടോ ഞങ്ങളാണെങ്കിൽ മഴയത്തും തണുപ്പത്തൊക്കെ തറയിലാണ് കിടന്നത്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് നീ ബെഡിൽ കിടക്കാൻ ഗൈസ്. അവന്മാർക്കും കാര്യങ്ങളൊക്കെ ബെഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസിനാണെങ്കിൽ പിക്കപ്പ് വാനും കാര്യങ്ങളും നമ്മളാ ജോണിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടിടാൻ ഗൈസ്. അത് ഇച്ചിരി നേരത്തേക്ക് മേടിച്ചതാണ് ഗൈസ് വാടകയ്ക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് പയ്യെ റിവേഴ്സ് എടുക്കണം ഗൈസ്. അപ്പം നമ്മൾ പുതിയ ഫോണും കാര്യങ്ങളൊക്കെ എടുത്താണ്. iPhone 50 Pro Max ആണ് ഗൈസ്. നമ്മൾ വണ്ടി ഇരിക്കുന്ന കണ്ടോ ഗൈസ്, അടിപൊളി സാധനവും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ പോവാം ഗൈസ്. ഇന്നാണെങ്കിൽ വഴിയിൽ ഒടുക്കത്ത് തിരക്കും കാണൊക്കെ ഉണ്ട്. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെ, ഭയങ്കര തിരക്കും കാണൊക്കെ ഉണ്ട് വഴിയിൽ. ആരാണ്ടൊക്കെ വന്ന് കാണാം എയർപോർട്ടിൽ, അതായിരിക്കും. എൻ്റെ മോൻ ഇതെന്താണ് ഭയങ്കര തിരക്കും കാണുമാണ്. എന്തായാലും നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലും കാണാം ഇത് കൊണ്ടിടാൻ ഗൈസ് പിക്കപ്പ് വാൻ. എൻ്റെ മോൻ ഇതിൻ്റെ ഡോർ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും കാണാൻ കൊണ്ടിടാം, അല്ലെങ്കിൽ അവനെ നല്ലത് കിട്ടും ഗൈസ്. പിന്നെ അവൻ തരത്തില്ല ഒരിക്കലും. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ബാക്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഇടാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഇവിടെ ആയിട്ടും കാര്യങ്ങളുമാണ് ഇടുന്നത് ഗൈസ്. ഇവിടെ ഇടാനാണെന്ന് നമ്മൾ ജോണും കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ജോണ് കാണാൻ കുളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാത്റൂമിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ജോണിനെ ഒന്ന് വിളിച്ചു നോക്കാടാ. ജോണേടാ ജോണേ, ഞാൻ ഫ്രാങ്കിളിനാടാ നേരത്തെ കുളിക്കുന്ന. പിന്നെടാ നമ്മളെ നാട്ടിലും കാണുവാണെങ്കിൽ ഒരു സൂപ്പർ ബൈക്കും കാണും വന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഒരു ഫ്ലൈയും ബൈക്കും കാണും ആടാ. അതാടാ ഞാൻ നേരത്തെ കുളിക്കുന്നത്. അവിടെ ആണെങ്കിൽ എക്സിബിഷൻ കാണും ആടാ. അതിനാടാ ഞാൻ പോകുന്നത്. ശരിയടാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാടാ. എന്നാ ശരിയടാ, ഓക്കെ. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കേസ് നമ്മളെ നാട്ടിലും കാണുള്ള ഫ്ലൈയും ബൈക്കും കാണും വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും അതിനൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് കണക്കത്തെ ബൈക്ക് വരാണെങ്കിൽ നമ്മൾ പോവാതിരിക്കുന്നത് അത് വേറെ മോശമാണ്. ഏത് ബൈക്കാണെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ വന്ന ബൈക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ KTM RC കാര്യങ്ങളാണ് നമ്മൾ വന്ന ബൈക്ക്.
അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇതിനകത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ചിഞ്ചാനും പിഞ്ചാനും അവിടെ നിൽക്കുകയാണ് ഗൈസ്. അവന്മാർ കിടന്ന് ഉറങ്ങിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും അടിപൊളി ഒരു ബൈക്കും കാറുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലൈയിങ് ബൈക്ക് എന്ന് വെച്ചാൽ എനിക്ക് ചിറവുണ്ടെന്നാണ് എൻ്റെ ഒരു ഇമാജിൻ എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അങ്ങോട്ടും കാണാൻ പോവാം. അപ്പോഴാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഷോറൂമിലോട്ട് എല്ലാവരും പോവുകയാണെന്നാണ്. അവിടെ ആണെങ്കിൽ പുതിയ ബൈക്കും കാര്യങ്ങളും വന്നുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ സ്പീഡിലും കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് വിചാരിച്ച് ഷോർട്ട് കട്ടും കാര്യങ്ങളും പിടിക്കാമെന്ന്, അല്ലെങ്കിൽ പണി കിട്ടും. ഇത് ഇത്തരം ദൂരെ പോകാനുള്ള പെട്രോളും കാര്യങ്ങളും നമ്മളെ ബൈക്കിലും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ ആണെങ്കിൽ ഇതൊരു ദൂരെ ഒരു വണ്ടി കാണാൻ കിടപ്പുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ, ഇതൊരു പോലീസ് വണ്ടി കാര്യങ്ങളുമാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ചില്ലും അതൊന്നും കാണുന്നില്ല ഗൈസ്. എല്ലാം ആകെ കിടക്കുകയാണ്. ഇതിനകത്ത് ആരും ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ സെക്യൂരിറ്റി വണ്ടിയാണെന്നാണ്. ആൾക്കാരെ പേടിപ്പിക്കാനായിരിക്കാം. ഈ സ്പീഡൊക്കെ കുറച്ച് പോകാൻ വേണ്ടിയായിരിക്കും. ഇത് നല്ലൊരു കാര്യങ്ങളാണ്. നല്ല രീതിക്ക് സ്പീഡിൽ പോകുന്നതിനെല്ലാം പിടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ നേരെ അങ്ങ് പോവുകയാണ്. നമ്മളെ ഷോറൂമിലോട്ട് കത്തിച്ചിടുന്നു. എൻ്റെ മോനെ ഇവിടെ ബ്ലാസ്റ്റോൾ അടക്കം പോലീസ് വണ്ടി വരെ ഉണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ സീൻ ബൈക്കാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സീൻ ബൈക്കും കാര്യങ്ങളുമാണ് ഗൈസ്. ഇവിടോട്ട് പാർക്ക് ചെയ്യില്ലെന്നാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അപ്പുറത്തോട്ട് പാർക്ക് ചെയ്യാനാണ് ആ സാറ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഏത് ബൈക്കാണെന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു ബൈക്കും കാര്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു ഇമാജിന് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ അടിപൊളി കാറുകൾ കിടക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഫോർച്യൂണർ എടുക്കുന്നത്. ഇതൊന്നും അല്ല നമ്മൾ ആവശ്യം ഗൈസ്. ഇതിൻ്റെ മേളാണ് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. ഒരു 1000 രൂപയാണ് ഒരു പാസിന്. അപ്പോൾ ഞാൻ നൈസിന് ഒരു 1000 രൂപയ്ക്ക് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മണ്ടേ പോയി നോക്കുക ഇത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ആണെങ്കിൽ ഫുള്ള് സെക്യൂരിറ്റി കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേളിൽ പോയി നോക്കാം. എൻ്റെ പൊന്നെ അടിപൊളി ഒരു ബൈക്കും കാര്യങ്ങളാണ് അതിൻ്റെ മണ്ടി ഇരിക്കുന്നത്. എൻ്റെ മോനെ KGF റോക്കി ബൈയുടെ ഇരിക്കുന്ന ബൈക്കും കാര്യങ്ങളും കളക്കത്ത ഒരു ബൈക്കാണ്. അപ്പോൾ എന്തായാലും ഗൈസ് അത് നമ്മൾ സ്റ്റീലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് അടിപൊളി ഒരു ഫ്ലൈയും ബൈക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പോലും വയ്യ. ചിറവില്ലാതെ ഫ്ലൈയും ചെയ്യുമെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ പോയിട്ട് ഗൈസ് പിന്നെ രാത്രിയും കാരണം വരാം. അതാകുമ്പോൾ സേഫ് ആയതും ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി പണി കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രിയും കാരണം ആയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഷോറൂമിലൊന്നും ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ 5-6 പേരെ നടന്നു പോകുന്നുള്ളൂ. പോലീസുകാരെല്ലാം പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ ലൈറ്റ് ഓഫ് ആക്കടാ ഡേ. എൻ്റെ മോനെ ഇവിടെ ആരെയും കാണുന്നില്ല. എൻ്റെ മോനെ അവിടെ പോലീസുണ്ട് ബ്ലാക്ക് സ്ക്വാഡും ഉണ്ട്. അവിടെ എല്ലാവരും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഈ മതിലും കാളെ ചാടേണ്ടിയുണ്ട്. നേരെ നിന്ന് കയറാണെങ്കിൽ ഇപ്പോൾ കയറ്റത്തില്ല. എന്നാലും ഗൈസ് നമുക്ക് മതിലും കാളെ ചാടി ഗൈസ് നമുക്ക് പോയി നമ്മളെ ബൈക്കും കാളും എടുത്തുകൊണ്ട് വരാൻ നൈസിന്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ പയ്യെ ചാടുകയാണ്. വീരല്ലേ വീരൻ്റെ പൊന്നു മോന്. ഇവന് ചാടാനൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പോയി ഗൈസ് നമുക്ക് ബൈക്കും കാളൊക്കെ എടുത്തോട്ട് വരാൻ ഗൈസ്. ഞാനാണെങ്കിൽ ഗൈസ് അങ്ങനെ ഫൈനലി ഗൈസ് ബൈക്കും കാളൊക്കെ എടുത്തോണ്ട് എൻ്റെ പൊന്നെ അടിപൊളി ഒരു ബൈക്കും കാളുമാണ്. ഇതൊരു ഫ്ലൈയും ബൈക്കുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഗൈസ് ഇത് പറക്കൊന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോലീസൊന്നും വരുന്നില്ല. എൻ്റെ പൊന്നെ പോലീസെല്ലാം നമ്മളെ പിറക്കെ തന്നെ ഗൈസ്. എൻ്റെ എന്തായോന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. നമുക്കാണെങ്കിൽ ഇത് പറക്കുന്ന ബൈക്കും കാരണവും അല്ലേ. എന്തായാലും നമുക്ക് ഇനി പറന്ന് അങ്ങ് ദുബായിൽ നിർത്താം ഗൈസ്. അതെന്തായാലും ഞാൻ ഇനി പറക്കുന്ന സ്വിച്ചും കാണാൻ ഞെക്കാൻ പോവുകയാണ്. രണ്ടും കൽപ്പിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഞെക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ മോനെ. എന്തായാലും ഞാൻ ഞെക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ഫ്ലൈയും ചെയ്യുന്നുള്ളൂ. ഞാൻ വിചാരിച്ച ആകാശത്ത് പ്ലെയിൻ പോലെ പറന്നു പോകുന്നു. എന്നാലും അങ്ങനൊന്നും ഇല്ല. ചെറിയൊരു പറപ്പേ ഉള്ളൂ. അടിപൊളി ബൈക്കും കാര്യങ്ങളൊക്കെ ആണ്. ഇത് വെച്ച് നമുക്ക് കുറേ സ്റ്റീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ പറക്കുന്ന ബൈക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റീലിങ് ചെയ്യാം. എന്തായാലും പോലീസ് ഒരു ആക്ഷേപവും ഇല്ല. നല്ല അടിപൊളിയായിട്ട് പോലീസ് വരുന്നുണ്ട്. രാത്രിയായിട്ട് ഇവർക്കൊന്നും ഉറക്കമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഭയങ്കര അലാറും ഫുള്ള് സീനും കാണും ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മണ്ടയിലും കാണുന്നതൊക്കെ നമുക്ക് പിടിച്ചു നിർത്താം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.